പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 നവംബർ മാസം 27 വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു വിരോധമായി എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ ദൈവത്തിൻ്റെ കരുതലുകളെ നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരെശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരെശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനായിരിക്കുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ മേലുണ്ടെന്ന് വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ മുമ്പിൽ ഇനി ഒരു വഴിയില്ല, സാധ്യതകളില്ലെന്ന് പറയുന്ന അനേകരുണ്ടാകാം. അവരോട് തമ്പുരാൻ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന കരുതലുകളെ നീ തിരിച്ചറിയുക. എസ്തേറിൻ്റെ പുസ്തകം ആഴമായി പഠിക്കുമ്പോൾ ഇതാ മൊർദെഖായി ഹാമാനെ നമസ്കരിച്ചില്ല എന്ന് കണ്ടിട്ട് ഹാമാന് അവനോട് പുച്ഛം തോന്നിയിട്ട് അവൻ്റെ വംശത്തെ മുഴുവൻ എന്ന് പറഞ്ഞാൽ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ഹാമാൻ തരമന്വേഷിച്ചിരുന്നു. അതിനു വേണ്ടി അവൻ പ്ലാനുകൾ ഒരുക്കിയതായി കാണുന്നു. പക്ഷേ എൻ്റെ ദൈവം മൊർദെഖായിക്ക് വേണ്ടി വചനമനുസരിക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന മൊർദെഖായിക്ക് ഒന്നറിയാം, ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കരുതെന്നുള്ളത്. ആ നിലയിൽ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി ദൈവം ചലിക്കും. നിങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നിന്നവരാണെങ്കിൽ, ദൈവത്തെ സേവിക്കാൻ വില കൊടുത്തിറങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം അത്ഭുത വഴികൾ ഒരുക്കിയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഞാൻ ദൈവം കരുതുന്ന വിധങ്ങളെക്കുറിച്ചൊന്ന് പറയുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നാം ഈ വാക്യം വായിക്കുന്നത്. ഇതിനു മുമ്പെയുള്ള 5 അധ്യായങ്ങൾ ദൈവം ശത്രുവിൻ്റെ മുമ്പിൽ മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ചില ആണ്ടുകളും ചില കണക്കുകളും നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് വയ്ക്കാൻ പോവുകയാണ്. 1-ാം അധ്യായം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിപ്പിച്ചു. പാർസിയിലെയും മേദിയിലെയും സേനാപതിമാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഇവിടെ 1-ാം അധ്യായം കാണുന്നത് അഹശ്വേരോശ് രാജാവ് തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ വലിയൊരു വിരുന്ന് കഴിക്കുകയാണ്. ഹല്ലേലൂയ. ഉന്നതന്മാരെ വിളിച്ചുകൊണ്ട് താൻ ഒരു വിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ നാം ശ്രദ്ധിക്കാമെങ്കിൽ വസ്തി തൻ്റെ രാജ്ഞിയെ താൻ വിരുന്നിന് അവസാനമായി ക്ഷണിക്കുന്നത് കാണാൻ പറ്റും. അവൾ കിരീടം വെച്ചുകൊണ്ട് തൻ്റെ പ്രഭുക്കന്മാരുടെ നടുവിലേക്ക് വരണമെന്ന് അഹശ്വേരോശ് രാജാവ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യം. ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. 11-ാമത്തെ വാക്യത്തിൽ തൻ്റെ പ്രഭുക്കന്മാരുടെ നടുവിലേക്ക് വസ്തി രാജ്ഞിയെ കിരീടം വെച്ചുകൊണ്ട് കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിക്കുകയാണ്. അവൾ സുമുഖിയായിരുന്നു. അവളുടെ സൗന്ദര്യം കാണേണ്ടതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പക്ഷേ 12-ാമത്തെ വാക്യത്തിൽ അവൾ ആ കൽപ്പനയെ നിരസിക്കുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. 3-ാം ആണ്ടിൽ രാജാവിന് കോപം ജ്വലിച്ചുകൊണ്ട് വസ്തി രാജ്ഞിയെ രാജ്ഞി സ്ഥാനത്തുനിന്ന് മാറ്റുകയാണ്.
എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത എസ്തേറിനെ ആ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. അതിൻ്റെ 16-ാമത്തെ വാക്യം, 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെയും 17-ാമത്തെയും വാക്യം. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തെബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജസന്നിധിയിൽ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു ചെന്നു. 17-ാമത്തെ വാക്യം, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. 3-ാം ആണ്ടിൽ വസ്തിയെ രാജ്ഞിയുടെ സ്ഥാനത്ത് നീക്കി 7-ാം ആണ്ടിൽ ഇതാ എസ്തേറിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. 7-ാം ആണ്ടിലേക്ക് എസ്തേറിനെ കൊണ്ടുവരികയാണ്. ആ അനുഭവത്തിൽ 2-ാം അധ്യായം തീരുന്നു. ഇതാ 3-ാം അധ്യായത്തിൽ മൊർദെഖായി ഹാമാനെ നമസ്കരിക്കുന്നത് കാണുകയാണ്. എന്നെ കേൾക്കുന്നവരെ, 3-ാം അധ്യായത്തിൽ ശത്രു എഴുന്നേൽക്കുകയാണ്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 12-ാം ആണ്ടിൽ ഹാമാൻ ഇതാ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തരമന്വേഷിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, 7-ാം ആണ്ടിൽ എസ്തേറിനെ കൊണ്ടുവന്ന ദൈവം 12-ാം ആണ്ടിൽ ശത്രു എഴുന്നേൽക്കുമെന്നറിയാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 5 വർഷത്തിന് മുമ്പേ എൻ്റെ ദൈവം ഈ ശത്രുവിനെ അവസാനിപ്പിക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ രാജസന്നിധിയിൽ ശത്രു എഴുന്നേൽക്കും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട്, തൻ്റെ ജനത്തിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ ജനത്തിന് വിരോധമായി ഹാമാൻ എഴുന്നേൽക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് 7-ാം ആണ്ടിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി അപ്പനും അമ്മയില്ലാത്ത എസ്തേറിനെ രാജ്ഞിയാക്കി തീർക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 4-ാമത്തെ അധ്യായത്തിൽ മൊർദെഖായും എസ്തേറും ഉപവസിക്കുകയാണ്. വെള്ളം പോലും കുടിക്കാതെ 3 ദിവസം ഉപവസിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപവാസം കഴിഞ്ഞ് എസ്തേർ രാജസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. നിയമം തെറ്റിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എന്നാലും 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോല് രാജാവ് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. അതിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ, രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്തു വേണം? എന്താകുന്നു നിൻ്റെ അപേക്ഷ? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വചനം നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്ന, രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ശത്രു എത്ര പ്രബലപ്പെട്ടാലും, ശത്രു നിനക്ക് വിരോധമായി എത്ര ചലിച്ചാലും, നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നുള്ള ഒരു വ്യക്തമായ ഒരു തിരിച്ചറിവ് നിനക്ക് വന്നാൽ നീ ശത്രുവിനെ ജയിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകലല്ലോ പ്രിയരെ. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വരാം, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനകത്തെല്ലാം എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റും. നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഈ മിനിറ്റിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന്, ദൈവമേ, നീ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കരുതലുകളൊന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജനം ഷൂർ മരുഭൂമിയിലൂടെ 3 ദിവസം വെള്ളം കിട്ടാതെ മാറയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മാറ കയ്പായിരുന്നു കേട്ടോ. ആ കയ്പിനകത്തേക്ക് ദൈവജനത്തെ കൊണ്ടുവന്നത് നശിപ്പിക്കാനല്ല, തീർക്കാനല്ല, മാറ എന്ന കയ്പിൻ്റെ പേര് മാറ്റാനാണ്. ഇതാ മാറയെ മധുരമാക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ച മോശയ്ക്ക് വേണ്ടി ദൈവം ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പ്രതിസന്ധിയിൽ, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത എതിരുകളുടെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് തുറന്നു തരാൻ പോവുകയാണ്. എസ്തേറും മൊർദെഖായിയും ഒരുമിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരുടെ വിടുതൽ മാത്രമല്ല, മുഴുവൻ യഹൂദ വംശത്തിന് ദൈവം വിടുതലയക്കുകയാണ്. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു, നിങ്ങളുടെ സഭ രക്ഷപ്പെടാൻ പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കണം. ചിലവർ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി, വലിയ ദൈവകരം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക്, പ്രയർ ലൈനിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് ആരാധനയുണ്ട്. സൂമിലാണ് ആരാധന നടക്കുന്നത്. നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്കറിയാവുന്ന ഒരാളിലേക്കും കൂടെ ഈ മെസ്സേജ് പാസ് ചെയ്യണം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.